നിത്യജീവൻ്റെ ഉറപ്പ്. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കും? ഇറ്റേണൽ ലൈഫ്, വാട്ട് ഈസ് ദി ഗ്യാരൻറ്റി ഓഫ് ഇറ്റ്? നിത്യജീവനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം എടുത്ത്. രണ്ടാം ദിവസം ഇന്ന് എടുക്കുന്നത് അടുത്ത വചനങ്ങളാണ്. കർത്താവ് ധനിയനായ ഒരു മകൻ വന്ന് കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം കർത്താവ് 10 കൽപ്പന പറഞ്ഞു കൊടുത്തു. അതെല്ലാം അവൻ ചെയ്യുന്നുണ്ട്. കർത്താവിനെ പറഞ്ഞു, എന്നാൽ പോയി ഒരു കുറവുണ്ട്, നിൻ്റെ വസ്തുക്കൾ, നിനക്കുള്ള സമ്പത്തെല്ലാം കൂടെ വിറ്റിട്ട് അത് നീ പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അത് അവന് പ്രയാസമായി തോന്നി. പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങനെ ഒരു ബലഹീനതയുണ്ടെങ്കിൽ കർത്താവ് തന്നെ മാറ്റിക്കളയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടുകൂടി അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ദിവസം പാർട്ട് 2ലേക്ക് കയറുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6:33 ഇങ്ങനെയാണ്. 6:63 പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാണ്, മാംസം ഒന്നിനും കൊള്ളത്തില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. കർത്താവ് പറയാണ് ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ ജീവൻ വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഒക്കത്തുള്ളൂ. നമ്മൾ അവിടെ ഇവിടെ ഒന്നും പോകേണ്ടെന്ന്. എത്രയിടത്ത് നമ്മൾ പോയി സമയം കളയും. നമ്മൾ ജീവനുള്ള ദൈവത്തെ പ്രാപിക്കുന്ന കാര്യത്തിന് വേണ്ടി അവിടെ ഇവിടെ ഊടാടി നടക്കുന്നത് ദൈവത്തിന് സങ്കടമാണ്. കർത്താവ് പറയുന്ന മുൻപേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരാമെന്ന് അപ്പച്ചൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്തത്തെ നമ്മൾ വിശ്വസിക്കാതെയാണ് അവിടെ. ഇതൊക്കെ നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കുമ്പോൾ സത്യം പറയാൻ നമുക്ക് തന്നെ മാറ്റാനൊക്കത്തില്ല. പക്ഷെ നമ്മൾ കർത്താവിന് ഈ സൂര്യൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുക്കുമ്പം നമ്മളിലുള്ള ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ വീക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഷാഡോകളെല്ലാം മാറിപ്പോകും. നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ അടി വന്ന് നിന്നാൽ നിഴലില്ല. അതുപോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ അടി വന്ന് നിൽക്കണം. അപ്പം പിന്നെ കർത്താവ് നമ്മളെ നടത്തിക്കൊള്ളു. ഇത് നമ്മളീ പറയുന്ന പോലെ പാടുന്നുമല്ല. യേശു അപ്പച്ചൻ നടത്താൻ വിചാരിക്കും. നമ്മൾ വിട്ടുകൊടുത്ത യേശു നമ്മളെ അതിമനോഹരമായിട്ട് നടത്തും. അപ്പം ജീവിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയുന്നു, ജീവിപ്പിക്കുന്ന ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ്റെ 6:40 പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്ത് മനോഹരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായം. 6:40 പറയുന്നത്, പുത്രനെ നോക്കി, യേശുവിനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം പുത്രനെ നോക്കി. പിതാവിന് ഒരൊറ്റ ഇഷ്ടമേ ഉള്ളെന്നേ. പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ പുത്രനെ നോക്കിക്കൊണ്ട് പുത്രനെ പോലെ ആകണം. പുത്രനെ പോലെ ആകുകയാണെങ്കിൽ പുത്രൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് പേടിക്കുന്നത്? ആ ഒരു സ്റ്റേജിലോട്ട് ആരെയും നമ്മൾ പറഞ്ഞ് നമ്മളീ ഈ സോങ്സിലെഴുതി എന്നെ പ്രേമമുള്ള ഒരാൾ വലിക്കണം. ഞാനത് പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു പോയിൻ്റാണ്. എന്നെ വലിച്ചുകൊണ്ട് പോകണം. ആത്മീയ ഗോളത്തിൽ ദൈവത്തോട് അടുക്കണമെങ്കിൽ നമ്മളെ ആരെങ്കിലും വലിക്കണം. നമ്മൾ നമ്മുടെ മക്കളെയും ഭർത്താവിനെയും ഉന്തിത്തള്ളി, നമ്മളെ തന്നെ ഉന്തിത്തള്ളി യേശുവിലാക്കണം. പിന്നെ ബാക്കിയുള്ളവരെ ഉന്തിത്തള്ളി വലിച്ചു കയറ്റി അപ്പച്ചൻ്റെ അടുക്ക് കൊണ്ട് നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കണം. കാരണം ഇത് തനിയെ ആരും ചെയ്യത്തില്ല. ആ സോങ് ഓഫ് സോങ്സ് ഒന്ന് വായിക്കാം. സോങ് ഓഫ് സോങ്സ് അല്ലെങ്കിൽ ഉത്തമ ഗീതത്തിനകത്ത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് വായിക്കണത്. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിൻ്റെ പ്രേമം മീഞ്ഞിലും രസകരമാകുന്നു, നിൻ്റെ തൈലം സൗരഭ്യമായത്, നിൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. വാക്യം 4, നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക, രാജാവ് എന്നെ പള്ളി അറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. അത് കഴിഞ്ഞിട്ട് പ്രേമത്തെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ ഒരാൾ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വലിക്കുക എന്നുള്ള വേർഡ്, നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക, നാം ഓടിപ്പോക. പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ വലിച്ചുകൊണ്ട് കർത്താവിലേക്ക് കൊണ്ടുചെല്ലണം. ആർക്കും ഇത് സ്വതവേ ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മളെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവ് എന്നെ വലിച്ചുകൊണ്ട്, എന്നെ നീ നിർബന്ധമായിട്ട് നിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റാതെ എന്നെ അങ്ങോട്ട്. അതുകൊണ്ടാണ് തന്നെ ഇരുന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പല അശ്രദ്ധകൾ കയറി വരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അന്നേരം അശ്രദ്ധ കൊണ്ടുവരാതെ നിന്നിലേക്ക് ആ സമയം ദൈവത്തോട് നമ്മൾ ഒട്ടിയിരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിലേക്ക് രാവിലെ അത്
ഗ്ലൂ ചെയ്യാൻ തക്കോണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:40 പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ പിതാവിൻ്റെ ഏക ഇഷ്ടം പുത്രനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരത്ത് പോയി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതൊക്കെ തെറ്റല്ലേ ഒരു കണക്കിൽ നോക്കിയാൽ. ആ ദൈവത്തെ മാത്രം, ആ പിതാവിൻ്റെ ഇഷ്ടം പുത്രനെ മാത്രം സ്വീകരിച്ച് അവനിൽ കൂടെ നിത്യജീവൻ പ്രാപിച്ച്, അതിനൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുത്രനെ സ്വീകരിച്ച് പിതാവിൻ്റെ അടുക്കൽ നമ്മളെ ദൈവം കൊണ്ട് നിർത്തും. നമുക്ക് ഓരോ ദിവസം പുതിയ ജോലി ഏൽപ്പിക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ. അന്നേരമാണ് സുവിശേഷം പടരുന്നത്. അല്ലെങ്കിൽ സുവിശേഷം പടരുത്. കാരണം ബിക്കോസ് വി ആർ നോട്ട് ഷുവർ, നമുക്ക് തന്നെ നമ്മുടെ കാര്യം ഷുവറല്ല. പക്ഷെ നമുക്ക് ഉറപ്പ് വരുമ്പം ഇത് ഞാനൊരു സഭയല്ല, എല്ലായിടത്തും ഞാൻ പെന്തക്കോസ്തിൽപ്പെട്ടവരെ അറിയാം, മെയിൻ ലൈൻ ചർച്ചിൻ്റെ സാധാരണ അവർക്കൊക്കെ എല്ലാവർക്കും ഈ ഒരു കുറച്ച് പേർക്ക് ഈ ഡൗട്ടുണ്ട്. അതുകൊണ്ട് എന്താ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ദിസ് ഈസ് ഇറ്റ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കാനൊക്കത്തുള്ളൂ. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് തന്നെ ഇരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6:22-23 എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അപ്പം എന്താണ് പറയുന്നത്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീരാനാണ്. അപ്പം ദൈവത്തിൻ്റെ ദാസനായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം എന്താ? നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. 1 ശുദ്ധീകരണം, 2 നിത്യജീവൻ. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാനൊക്കത്തില്ല ആർക്കും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലാനൊക്കത്തില്ല. അപ്പം നമ്മളെ ശുദ്ധീകരിക്കണം, വിശുദ്ധ രക്തം കൊണ്ട് കഴുകണം. ആരുടെ രക്തമാണ്? പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെയും മൃഗങ്ങളുടെ രക്തം ഉപയോഗിച്ചു. പക്ഷേ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ, കുഞ്ഞാടാവുന്ന യേശുവിൻ്റെ രക്തം, വിശുദ്ധ രക്തം, അൺബ്ലെമിഷ്ഡ് പ്യുവർ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചൊരു പിതാവിൻ്റെ അടുക്കൽ നമ്മൾ, അന്നേരമാണ് ഓരോ ദിവസം നമുക്ക് ചെയ്യാനുള്ള ജോലി തരുന്നത്. അപ്പച്ചൻ തീരുമാനിക്കും അത്. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാനത്തെങ്കിൽ നല്ലതാണ്. പക്ഷേ കുറച്ചെങ്കിലും ദിവസം, ആഴ്ചയിൽ എത്ര ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്? എത്ര സമയം ദൈവത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുന്നുണ്ട്? ഇതൊക്കെ തലമുറകൾക്ക് ഐശ്വര്യം വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മൾ നമ്മുടെ തന്നെ നിത്യമായ രക്ഷയുടെ ഉറപ്പിനും വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പം നിത്യജീവൻ നമുക്ക് തന്നിരിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. കണ്ട, നമുക്ക് പാപം ചെയ്താൽ ആ ചാദ്യം കൊണ്ടുപോയി നമ്മളെ ഇല്ലാതാക്കും. പക്ഷെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലാണ് നിൽക്കുന്നതെങ്കിൽ നിത്യജീവൻ. അപ്പോൾ യേശു നിത്യജീവനായി മാറുന്നു. യേശുവിൻ്റെ വചനം കേട്ട് ചിലർ തിരിച്ചുപോയി. പത്രോസിനോട് യേശു പറയുന്നു, നിനക്ക് പോകണ്ടേ? നിനക്കും വേണേൽ പൊക്കോളാൻ യേശു പറയുന്നു പത്രോസിനോട്. അപ്പോൾ പത്രോസ് തിരിച്ചു പറയുന്നു, അയ്യോ ഞാനെവിടെ പോകാൻ? അന്നേരം നമ്മൾ ഈ പാട്ട്, നിത്യജീവ വഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങ് പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കണ്ടാ, പത്രോസ് പറയാം, എനിക്ക് വേറെങ്ങും പോകാനില്ല. ആകർഷിച്ചു കഴിഞ്ഞു, മാഗ്നറ്റ് ആകർഷിക്കുന്ന പോലെ ദൈവവും നമ്മളുമായിട്ടുള്ള ആകർഷണം. എസെക്കിയേൽ ഈ 37 ഈ ഉണങ്ങിയ അസ്ഥികളെ ദൈവം വിളിച്ചു മാറ്റിയപ്പോഴത്തേക്കും അസ്ഥികൾ ജീവൻ വെച്ച് മനുഷ്യരൂപമായി മാറുന്നു. അനേക കുടുംബങ്ങളിൽ ഈ വചനം വന്നിട്ട് നിത്യജീവൻ എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ ഈ വചനം കേൾക്കണം. കേട്ടിട്ട് അവിടെ ഇവിടെയും ചിന്നിച്ചേർക്കുന്ന അസ്ഥികളും പാർട്ടികളും ഒന്നിച്ചാക്കി ഞാൻ മനുഷ്യനാക്കി നിർത്തുക ദൈവത്തിൻ്റെ മുമ്പിൽ. അത് നടക്കട്ടെ. അത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഇതൊക്കെ നിത്യജീവൻ്റെ പാർട്ടാണ്. ആ ജീവനെ നമ്മൾ പ്രാപിച്ചെടുക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത് എത്ര മനോഹരമാണ് നിൻ്റെ ജീവനെക്കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാനും. ഞങ്ങൾ ഒരു റിഫ്രഷിങ് സ്പിരിറ്റ് പോലെയാണ്. കർത്താവിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ക്ഷീണം മാറും, പ്രയാസം മാറും, എല്ലാം മാറ്റി വെച്ച് നിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരനുഭവം. അത് സ്വർഗത്തിൽ തന്നെ. ഞങ്ങൾ മരിക്കണം എന്നൊന്നുമില്ല സ്വർഗത്തിൽ വന്നിരിക്കാൻ. ഇപ്പം നമുക്ക് നിൻ്റെ സന്നിധി ഇരിക്കാം. ആത്മാവ് കൊണ്ട് ഞങ്ങൾ സ്വർഗം കാണുകയാണ്. ആത്മാവ് കൊണ്ട് പിതാവാകുമ്പോൾ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രനെ ഞങ്ങൾ കാണുന്നു. അതിൻ്റെ വലതു ഭാഗത്ത് ഞങ്ങളെയും കൂടി ഇരുത്താൻ അവിടുന്ന് എഫേസ്യർക്ക് ഇത് ലേഖനം പറഞ്ഞിരിക്കുന്നു. സഭയ്ക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട്.
അങ്ങനെ ഞങ്ങളെ അവിടെ ഓരോ വ്യക്തിയും ഞങ്ങൾക്കുള്ള കസേരയിൽ ഞങ്ങൾ ഇരുന്നാൽ മതി, വേറെ ആരുടെയും കസേര ഇരിക്കണ്ട. അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അപ്പച്ചൻ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. സ്വർഗം സന്തോഷിക്കും നിത്യജീവനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം. ആരാണ് ഈ നിത്യജീവൻ? യേശു. പിതാവിൻ്റെ ആഗ്രഹം എന്താ? പുത്രനെ കാണുക. വേറൊന്നും പിതാവ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 14 പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അത് നിത്യജീവനാത്. ഞാൻ തന്നെ ജീവവഴി, ഞാൻ തന്നെ ജീവസത്യം, ഞാൻ തന്നെ നിലനിൽക്കുന്ന ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം ഇന്നും എല്ലാ കുടുംബങ്ങളിലും ചെവിയിൽ ഇങ്ങനെ മാറ്റൊലിക്കൊണ്ടിരും. അത് മാറല്ലേ പക്ഷെ അത് അകത്ത് ചെന്ന് പ്രവർത്തിക്കുന്നിടം വരെ അതിങ്ങനെ ചെവിയുടെ അവിടെ അടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ, അത് നിത്യജീവനാണ്. അതിനെ ഞങ്ങൾക്ക് തന്നേച്ച് പോയിരിക്കുകയാണ്. അത് വാങ്ങിച്ചെടുക്കാനുള്ള വിനയം, താഴ്മ, ഹൃദയം, ഒരു ദാസരൂപമെടുത്ത് നീ വന്നെങ്കിൽ ഞങ്ങളും അതേ രൂപത്തിൽ അപ്പച്ചൻ്റെ അടുക്ക വന്ന് പ്രാപിച്ചെടുത്ത് അനേകർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഇടയാക്കി കേട്ട് തലമുറകളായിട്ട് അപ്പച്ചൻ ഈ സത്യം പഠിപ്പിച്ചെടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുറയനുസരിച്ച് പഠിപ്പിക്കുന്നതിന് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.